ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കിട്ടിയത് ഈ മീനാണ്, ചെമ്പല്ലി മീൻ. അത് അവിടെ നിന്ന് മാർക്കറ്റിൽ നിന്ന് തന്നെ ഇങ്ങനെ കഷ്ണങ്ങളാക്കി തന്നതാണ്. ഇത് നമുക്ക് പൊരിക്കാനും കൊള്ളാം, കൂട്ടാൻ വയ്ക്കാനും കൊള്ളാം. ഇത് നമുക്ക് ഇന്ന് കൂട്ടാൻ വയ്ക്കുന്നത് എങ്ങനെയെന്ന് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ഇത് ആവശ്യാനുസരണം ഷെയർ ചെയ്ത് വച്ചിട്ടുണ്ട്. ആദ്യത്തെ ബോക്സിലിരിക്കുന്നത് കഴുകി വൃത്തിയാക്കിയ മീൻ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പൊടി ഉപ്പാണ്, കുറച്ച് വെളിച്ചെണ്ണ വച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ബോക്സിൽ ദശക്കട്ടിയുള്ള കഷ്ണങ്ങൾ കുറച്ച്, പിന്നെ കുരുമുളക് പൊടി, പൊടി ഉപ്പ്, വറ്റൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ വെളിച്ചെണ്ണ, കുരുമുളക് ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു. ഇത്രയുമാണ് ആ ബോക്സിലുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇത് ഇന്ന് പൊരിക്കാനുള്ളത് കുരുമുളക് പൊടി, പൊടി ഉപ്പ്, മഞ്ഞൾ, പിന്നെ വറ്റൽമുളക് പൊടി, വെളിച്ചെണ്ണ ചേർത്തിട്ടില്ല. അത് ഇന്ന് ഫ്രൈ ചെയ്യുന്നതായതുകൊണ്ട് ഇനി മിക്സ് ചെയ്ത് കുറച്ചൊരു 10 മിനിറ്റ് വച്ചിട്ട് പൊരിക്കാന്നുള്ളതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടത് കൂട്ടാൻ വയ്ക്കാനുള്ള മീനാണ്. കൂട്ടാൻ വയ്ക്കാനായിട്ട് ഇത് തലയുടെ ഭാഗത്തൊക്കെ വരുന്നത് അങ്ങനെയൊക്കെയുള്ള കനം കുറഞ്ഞ കഷ്ണങ്ങളൊക്കെയാണ് കൂട്ടാൻ വയ്ക്കാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. കുടംപുളി ഇട്ട് വയ്ക്കും. അതിന് മല്ലിപ്പൊടി വറുത്ത് പൊടിച്ചത്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പരലുപ്പ്, ഇനി കുടംപുളി കുതിർക്കാൻ ഇട്ടിട്ടുണ്ട്, അത് ഒഴിക്കും. പിന്നീട് വാങ്ങാൻ സമയത്ത് വെളിച്ചെണ്ണ, വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി, കറി ലീവ്സ്, തേങ്ങയും ഉള്ളിയും കൂടി തീയലിനരയ്ക്കും പോലെ കുറച്ച് തേങ്ങ മതിയാവും, കൂടെ മിക്സ് ചെയ്ത് എല്ലാം കൂടി തിളപ്പിച്ച് ഉലുവാപ്പൊടി ഇട്ട് വാങ്ങിയാൽ മതി. അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ മീൻ കൂടുതലുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ഇതിനെ റെഫ്രിജറേഷൻ ചെയ്യാം. ഇത് രണ്ടും, അതായത് ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വെച്ചാലും നമുക്കിത് ഫ്രൈ ചെയ്തില്ലെങ്കിലും കൂട്ടാൻ വയ്ക്കാനും കൊള്ളാം. 2 ദിവസം കഴിഞ്ഞാലും. അടുത്തതിരിക്കുന്നത് ഫ്രൈ ചെയ്യാനാണ്, റെഫ്രിജറേഷൻ ചെയ്യാൻ വെച്ചിരിക്കുന്നത്. ഈ രീതിയിൽ നമുക്ക് മീൻ സൂക്ഷിക്കാം. ഇത് ഫ്രൈ ആകുന്നുണ്ട്. ഈ മീൻ പിന്നെ കൂട്ടാൻ വയ്ക്കുന്നത് അടുപ്പിൽ റെഡിയാകുന്നുണ്ട്. രസം, നല്ല അടിപൊളി ടൊമാറ്റോ രസം, നല്ല തിളയ്ക്കുന്നുണ്ട്. തക്കാളി ഇട്ട് കുടംപുളി ഇട്ട് വെച്ച